ഉർവിൽ പട്ടേൽ ലക്നൗ ടീമിനെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. 13 ബോളിലാണ് താരം 50 റൺസ് ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത്. റെക്കോർഡ് ബാറ്റിംഗ് ആണ് ഉർവിൽ പട്ടേൽ ഇന്ന് പുറത്തെടുത്തത്. ചെന്നൈയും ലക്നൌവും തമ്മിലാണ് ഇന്ന് മാച്ച് നടന്നത്. ചെന്നൈ മികച്ച വിജയം സ്വന്തമാക്കി. ഇന്ന് കളി ജയിച്ച് ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉർവിൽ പട്ടേൽ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 23 ബോളിൽ നിന്ന് 65 റൺസാണ് താരം അടിച്ചു കൂട്ടിയത്. ഇന്ന് കളി കഴിഞ്ഞ് ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. ഞാനില്ലെങ്കിലും ചെന്നൈ ടീം മുന്നോട്ട് പോകും. എന്നേക്കാൾ മികച്ച ഒരുപാട് യുവതാരങ്ങൾ ടീമിലുണ്ട്. ഇനി അവരുടെ കയ്യിലാണ് ചെന്നൈ ടീമിൻ്റെ ഭാവി. യുവതാരങ്ങൾ ചെന്നൈ ടീമിന് ഒരുപാട് ട്രോഫികൾ നേടിത്തരും. ഇന്നത്തെ കളി കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലാവുന്നത്. ഋതുരാജും സഞ്ജുവുമാണ് ഇപ്പോൾ ചെന്നൈ ടീമിൻ്റെ അടിത്തറ. ഈ 2 താരങ്ങൾ ടീമിലുണ്ടെങ്കിൽ ഒരിക്കലും ചെന്നൈ എവിടെയും പരാജയപ്പെടില്ല. ഇനി എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം 2 മികച്ച താരങ്ങളെ ചെന്നൈക്ക് കിട്ടി. സഞ്ജു CSKയിൽ എത്തിയപ്പോഴാണ് ചെന്നൈ ടീം ഒന്ന് സ്റ്റേബിൾ ആയത്. അതുപോലത്തെ കളിയാണ് സഞ്ജു കാഴ്ചവെക്കുന്നത്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ അത് ചെന്നൈ ടീമിലെ മറ്റു താരങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്. അത് ഞങ്ങൾ കളിക്കളത്തിൽ കണ്ടതാണ്. എനിക്കുറപ്പാണ് ചെന്നൈ ടീം ഇപ്രാവശ്യം പ്ലേ ഓഫിൽ കളിക്കും. ജയിച്ച ചെന്നൈ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് MS ധോണി വ്യക്തമാക്കി. സഞ്ജുവും അതുപോലെ തന്നെ ഋതുരാജും മികച്ച സ്റ്റാർട്ടാണ് ചെന്നൈക്ക് ഇന്ന് സമ്മാനിച്ചത്. സഞ്ജു 14 ബോളിൽ 28 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു ഔട്ടായ ശേഷം ഉർവിൽ പട്ടേൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. 13 ബോളിലാണ് താരം 50 റൺസ് അടിച്ചു കൂട്ടിയത്. ചെന്നൈയുടെ സ്കോർ ബോർഡ് കുത്തനെ കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പുതിയൊരു ചെന്നൈ ടീമിനെ നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടു. 6 ഓവർ ആകുമ്പോഴേക്കും ചെന്നൈ 100 റൺസിൽ എത്തിയിരുന്നു. അതിവേഗത്തിലാണ് ചെന്നൈയുടെ സ്കോർ കുതിച്ചത്. ഇനി വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിച്ചാൽ ഇപ്രാവശ്യം ചെന്നൈ കപ്പ് നേടാൻ സാധ്യതയുണ്ട്. കാരണം ചെന്നൈയുടെ കളി രീതി മാറിയിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും പ്ലേ ഓഫിലെത്തണം. അതുപോലത്തെ വാശിയേറിയ മത്സരമാണ് ചെന്നൈ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.